ഈ ആയത്തുകൾ അവൻ ഓതിയിട്ട് ഒരു വലിയ പർവ്വതം, ആ പർവ്വതം ആ സ്ഥാനത്ത് നിന്ന് നീങ്ങണമെന്നവൻ ദൃഢനിശ്ചയത്തോടുകൂടെ ഈ ആയത്തുകൾ ഓതിക്കൊണ്ടവൻ ദുആ ചെയ്താൽ, അവൻ പ്രാർത്ഥിച്ചാൽ ആ പർവ്വതം ആ സ്ഥാനത്ത് നിന്ന് നീങ്ങുമെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും അവരുടെ ചിന്താശേഷി വർദ്ധിക്കാനും അവർക്ക് പഠനത്തിൽ നല്ല മികവുണ്ടാവാനും അവർ നല്ല ഉഷാറുള്ള, നല്ല ആത്മീയമായിട്ട് നല്ല ബോധമുള്ള, നല്ല ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികളായിട്ട് മാറാനൊക്കെ ഈ ആയത്തുകൾ ഓതി വെള്ളത്തിലൂതി മന്ത്രിച്ച് കൊടുക്കുകയാണെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചിട്ടയോടുകൂടെ, വളരെ കൃത്യതയോടുകൂടെ മുന്നോട്ട് പോവേണ്ടവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളെയും മനുഷ്യർക്ക് അനുഗ്രഹമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എത്രയോ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിന്തകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എത്രയോ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിന്തകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയും ഒരിക്കലും അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. മറിച്ച് നമുക്കുള്ള ജീവിതം മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ എപ്പോഴും ആലോചിക്കുകയും അതുപോലെ തന്നെ അതിനെപ്പോഴും നന്ദിയുള്ളവരായിട്ട് മാറുകയും നാം ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ലഇൻ ശക്കർതും ലഅസീദൻ. തീർച്ചയായും നിങ്ങൾ നന്ദിയുള്ളവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാവുന്നില്ല? അതല്ലെങ്കിൽ ഏത് സമയവും നാം ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നാം ഇതുവരെ നന്ദി ചെയ്തിട്ടില്ല എന്നല്ല. നോക്കൂ, നമുക്ക് നല്ലൊരു ശരീരമുണ്ട്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല കുടുംബവും മക്കളും ഭാര്യയും മാതാപിതാക്കളും വീടും വാഹനവും ഈ തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. പക്ഷെ എപ്പോഴൊക്കെ നാം ആ അനുഗ്രഹങ്ങളെ വളരെ കൃത്യമായിട്ട് ഓർക്കലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 0 ആയിരിക്കും മറുപടി. പിന്നീട് നാം ഇങ്ങനെ ചോദിക്കുന്നു, ഇതൊന്നും നന്ദിയില്ലാതെ, ഒരു ഹംദ് പോലും പറയാതെ, അല്ലെങ്കിൽ ഹംദ് പറയേണ്ട സമയത്ത് പോലും നാം അതിനെക്കുറിച്ച്, നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതെയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് കൂടുതലായി സ്മരിക്കാൻ, അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും സാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഹംദ് പറയുമ്പോൾ, അല്ലെങ്കിൽ നാം ഇബാദത്തുകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഇബാദത്തുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്? അല്ലെങ്കിൽ നിസ്കാരങ്ങളിൽ കൃത്യമായിട്ട് നല്ല ചിന്തകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയാത്തത്? അല്ലെങ്കിൽ ചിന്തയോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ എന്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല? ദിക്ർ ചൊല്ലുമ്പോഴാണെങ്കിലും, സ്വലാത്തുകൾ ചൊല്ലുമ്പോഴാണെങ്കിലും, മറ്റ് ദിക്റുകൾ ചൊല്ലുമ്പോഴാണെങ്കിലും, മറ്റുള്ള ഇബാദത്തുകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴാണെങ്കിലും കൃത്യമായൊരു മൈൻഡ്ഫുൾനെസ് നമുക്ക് എന്തുകൊണ്ട് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കറുത്തുപോയതുകൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങളുള്ളതുകൊണ്ടാണ്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഹൃദയത്തെ നന്നാക്കുക എന്നുള്ളത് തന്നെയാണ്, ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഹൃദയത്തെ വെളുപ്പിച്ചെടുക്കുന്നവർക്കാണ് ആരാധനകളിൽ കൃത്യമായ ചിന്തകൾ ലഭിക്കുന്നുള്ളൂ. നന്നായിട്ട് നല്ല മൈൻഡ്ഫുൾനെസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, എൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യത്തോടുകൂടെ ആരാധനകൾ നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു മരുന്നാണല്ലോ ഹൃദയത്തിൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനുള്ളത്. ഖുർആനാണ് ഒന്നാമത്തെ മരുന്ന്. ഖുർആൻ നാം പാരായണം ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അഴുക്കുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോയി, അതിങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
നമ്മളങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. അപ്പോൾ ഖുർആനിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെപ്പോഴും പറയുന്നതാണ്, ഒരുപാട് പ്രസംഗങ്ങളിൽ നമ്മളെല്ലാവരും കേൾക്കുന്നതുമാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല, അല്ലേ? ഇനി ഓതുന്നവരാണെങ്കിൽ തന്നെ അത് ആ ബോധ്യത്തോടുകൂടെ എൻ്റെ ഹൃദയം നന്നാവണം എന്ന ചിന്തയോടുകൂടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് ഓതാൻ കഴിയുന്നില്ല. ഇനി അർത്ഥം അവിടെ നിൽക്കട്ടെ, അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് പരിശുദ്ധ ഖുർആനാണല്ലോ, ഇതെൻ്റെ ഖൽബ് നന്നാവാൻ, എൻ്റെ ഹൃദയം നന്നാവാൻ ഇത് ഏറ്റവും പറ്റുന്നൊരു മരുന്നാണല്ലോ എന്ന ചിന്തയോടുകൂടെ തന്നെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും അത് എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഖുർആൻ ഓതിയിട്ട് നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഉദാഹരണത്തിന് ദാരിദ്ര്യം വരാതിരിക്കാൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ മതി എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വിശദമായിട്ട് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പറയാവുന്നതുമാണ്. അതുപോലെ തന്നെ ഖബറിൽ ചോദ്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഖബർ ശിക്ഷ എളുപ്പമാവാൻ വേണ്ടിയിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ മതി എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹും അതുപോലെയുള്ള ഒരുപാട് ഒട്ടനവധി സൂറത്തുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓതാൻ മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ആ ആവശ്യങ്ങൾ നിറവേറാൻ നമുക്ക് ഓതാൻ കഴിയുന്ന ഒരു 4 ആയത്തുകളാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതേതാണ് ആ 4 ആയത്തുകൾ? സൂറത്തുൽ മുഅ്മിനൂനയിലെ അവസാനത്തെ 4 ആയത്തുകൾ, അഥവാ 115, 116, 117, 118 എന്നീ ആയത്തുകൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്ര തവണ വേണമെങ്കിലും ഓതാമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുകൾ അവൻ ഓതിക്കഴിഞ്ഞ് കിതാബുകളിൽ പറയുന്നതായിട്ട് കാണാം, ഈ ആയത്തുകൾ അവൻ ഓതിയിട്ട് ഒരു വലിയ പർവ്വതം, ആ പർവ്വതം ആ സ്ഥാനത്ത് നിന്ന് നീങ്ങണമെന്നവൻ ദൃഢനിശ്ചയത്തോടുകൂടെ ഈ ആയത്തുകൾ ഓതിക്കൊണ്ടവൻ ദുആ ചെയ്താൽ, അവൻ പ്രാർത്ഥിച്ചാൽ ആ പർവ്വതം ആ സ്ഥാനത്ത് നിന്ന് നീങ്ങുമെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കിതാബുൽ അദ്കാറിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ ഊക്കനുസരിച്ചിട്ടിരിക്കും ആ പർവ്വതം അവിടെ നിന്ന് നീങ്ങൽ. നമ്മളതായി തോതി നീങ്ങണമെന്ന് കരുതി ദുആ ചെയ്ത് ആ രൂപത്തിലല്ല. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞ് പ്രതിഫലിക്കാൻ പറ്റില്ല ഒരിക്കലും. അത് ഓരോ മനുഷ്യൻ്റെയും ഖൽബിലുള്ള, ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് ഇതിന് ഫലം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും, ഇപ്പോൾ പർവ്വതമെന്ന് നമ്മൾ പറയാൻ കാരണം ഒരിക്കലും നീങ്ങുകയില്ല, അത് മുഹാലാണ്, അസംഭവ്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ആ പർവ്വതം പോലും ഈ ആയത്തുകൾ ഓതിയിട്ട് അവൻ നീങ്ങണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നീങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് ഓരോ മനുഷ്യൻ്റെയും ഇത്തരം കാര്യങ്ങൾക്കുള്ള മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മളൊന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ, നമ്മുടെ എന്താവശ്യങ്ങൾ നമുക്കുണ്ടോ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓതുക. സ്ഥിരമായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇത് പാരായണം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഏതാവശ്യത്തിനും ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും ഒരു ആശങ്കയുള്ള കാര്യമാണ് നമ്മുടെ മക്കളുടെ കാര്യം, അല്ലേ? അപ്പോൾ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും അവരുടെ ചിന്താശേഷി വർദ്ധിക്കാനും അവർക്ക് പഠനത്തിൽ നല്ല മികവുണ്ടാവാനും അവർ നല്ല ഉഷാറുള്ള, നല്ല ആത്മീയമായിട്ട് നല്ല ബോധമുള്ള, നല്ല ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികളായിട്ട് മാറാനൊക്കെ ഈ ആയത്തുകൾ ഓതി വെള്ളത്തിലൂതി മന്ത്രിച്ച് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ പിഞ്ഞാണം എഴുതിയിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഉപകരിക്കുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്തരം ആളുകൾ അത് ശ്രദ്ധിക്കുക. ഈ ആയത്ത് കുട്ടികൾക്ക് എഴുതിയിട്ടോ ഓതിയിട്ടോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അത്രത്തോളം മഹത്വമുള്ള, അത്രത്തോളം ശക്തിയുള്ള, വല്ലാത്തൊരു എനർജി പവറുള്ള ഒരു ആയത്തായതുകൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മക്കൾക്ക് കൂടുതൽ ഉപകരിക്കുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾക്ക് ഈ രൂപത്തിൽ നല്ല വളർച്ചയുണ്ടാകുമെന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഈ
ആയത്തുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ രൂപത്തിൽ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ബിസിനസ്സുകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ ഏത് മേഖലകളിലും നമുക്ക് ഈ ആയത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം എളുപ്പമാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.